ഗൈസ് ദോശയും മുട്ട റോസ്റ്റ് ഉണ്ടാക്കിട്ട് വരാം. ദോശ ഉണ്ടാക്കുന്നത് ഈ മൊയന്താന്ന്. ഇനി ഇതൊക്കെ നമുക്ക് മുറിച്ചിടണം. അബ്രാകഡാബ്ര ജീം ബൂംബ. സാരല്ല പോട്ടെ, കരയണ്ട. ഇതൊക്കെ ഞാനൊരു ഞൊടിയിടയിൽ ശരിയാക്കി തരാം. ഇത് കുറച്ച് ചെല്ലങ്ങ് ഇതിൽ ഞാൻ എല്ലാ മസാലകളും ഇട്ടേക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നുപോയിന്നേ ഉള്ളൂ. ഇനി പൊളിച്ചു വെച്ച മുട്ട എടുത്ത് കരന്ന് അത് കറിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായി ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ദോശയും മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ട റോസ്റ്റ് ലാസ്റ്റ് നോക്കുമ്പോൾ ഒട്ടും ഇല്ലാണ്ടായിപ്പോയി. എല്ലാവർക്കും ഓരോരോ തുള്ളി വീതം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതങ്ങനെയാണല്ലോ, നല്ല സാധനം എപ്പോഴും കുറച്ചേ കിട്ടുള്ളൂ. കറി ടേസ്റ്റ് ഉണ്ടോ? അടിപൊളി കറി. എരിവ് കൂടുതലാന്നേ ഉള്ളൂ. കറിവേപ്പില ഒന്ന് കുറഞ്ഞും പോയി. എല്ലാം പോട്ടെ. ദോശ എങ്ങനെയുണ്ടെന്ന് പറ. ദോശ കുഴപ്പമില്ല, പക്ഷെ വേവിച്ചിട്ട് കിട്ടുന്നില്ല. ഇങ്ങനെ സോഫ്റ്റ് ഇല്ല. കറി കുറച്ച് കുറഞ്ഞു പോയി. കറി ഉണ്ടായാലും ചോറിന് അച്ചാറ് കൂട്ടുകാരെ പോയി. കറി കുറഞ്ഞു പോയാൽ ഞാൻ ഇപ്പം ഞാൻ കണക്കും കറിയില്ല, പക്ഷെ എല്ലാം കണക്ക് ഇത് ശരിയാ. മോഹൻലാലിന്റെ ഡിഷ് അടിപൊളി. ഒന്ന് മര്യാദക്കായുണ്ടല്ലോ, ഇതിലും വലിയ ടേസ്റ്റുള്ള ഒരു സാധനം ഇല്ല.